ഹലോ ഗൈസ്, ADP സെഞ്ചുറീസിലേക്ക് സ്വാഗതം. ഇത് ഭയങ്കര മഴ, ഒരു ഓട്ടം വന്ന് കിടക്കുക. ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ. കൊല്ലം ജില്ലയിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. വേറെ നിസ്സാരപ്പെട്ട ഒരു കാര്യം, വേറെ ഒന്നുമല്ല. ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ന്യൂസ് ചാനലും ഓൺലൈൻ ന്യൂസും ഒക്കെ കൊണ്ടാടുന്ന ഒരു സംഭവമാണ്. ഗൂഗിൾ മാപ്പ് വഴി നോക്കി പോയി കഴിഞ്ഞാൽ വഴി തെറ്റും, കുളത്തിൽ ചാടും, അവിടെ ചാടും, ഇവിടെ ചാടും അങ്ങനെയൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എത്രയോ വർഷങ്ങളായി, ഏകദേശം 2019-2020 കാലഘട്ടം തൊട്ട് ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇതേപോലെ ഗൂഗിൾ മാപ്പ് നോക്കി ബൈക്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ബൈക്കിലും കാറിൽ, എനിക്ക് മുന്നേ വണ്ടി ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. അത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഓട്ടോ എടുത്തത്. വീട്ടിലെ കാറായിരുന്നു. അപ്പം അതിനകത്തും ബൈക്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ എനിക്ക് വഴി തെറ്റിയിട്ടില്ല. ഞാൻ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയിട്ടുമുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കാണത്തില്ല. അങ്ങനെയുള്ളത് ഫോറസ്റ്റ് റോഡിലൊക്കെയാണ്. പക്ഷേ അത് ഒറ്റ റോഡ് തന്നെ ആയിരിക്കും. നമുക്ക് മാപ്പിൻ്റെ ആവശ്യം വേണമെന്നില്ല. അഥവാ എവിടെയെങ്കിലും രണ്ടായിട്ട് തിരിയുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ആൾക്കാർ കാണും, വീടോ ആൾക്കാരോ, അല്ലെങ്കിൽ കുറച്ചൊരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരും. ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഴി പറഞ്ഞു തരും. അതല്ലാതെ എനിക്ക് ഗൂഗിൾ മാപ്പ്, അതായത് നെറ്റ്വർക്ക് കിട്ടാത്ത സ്ഥലങ്ങളിലല്ലാതെ എനിക്ക് ഗൂഗിൾ മാപ്പും കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു വഴിതെറ്റലോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുമുണ്ട്. ഈ മാപ്പ് ഉപയോഗിക്കുന്നതിന് അതിൻ്റേതായിട്ട് കുറച്ച് രീതികളുണ്ട്. അല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ കോതമംഗലം പോകണമെന്നും പറഞ്ഞ് ജസ്റ്റ് കോതമംഗലം അടിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ ബൈക്കിലായിരിക്കും പോവുക. അതിന് ചിലപ്പം വേറെ സൈക്കിളിലോ നടന്നു പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ കാറിൻ്റെയോ ബസ്സിൻ്റെയോ ഒക്കെ ഓപ്ഷൻ ആയിരിക്കും വന്ന് കിടക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ നമുക്ക് പോകാനായിട്ട് 2-3 റൂട്ടുകൾ കാണിക്കും മാപ്പ് തന്നെ. അതിൽ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്തിട്ട് ആ റൂട്ട് സെലക്ട് ചെയ്ത് പോകണം. പലരും ഇതൊന്നും ചെയ്യാതെ ആയിരിക്കും പോകുന്നത്. അതിൽ 90% ഈ രീതിയിലൊന്നും സെറ്റിങ്സ് ചെയ്യാതെ ജസ്റ്റ് ആ ഒരു സ്ഥലപ്പേരിന് തന്നെ ഉണ്ട് പ്രശ്നം. നമ്മൾ ചിലപ്പോൾ ഒരേ ഉച്ചാരണം വരുന്ന പല സ്ഥലങ്ങൾ കാണും, ഒരേ പേരുള്ള പല സ്ഥലങ്ങൾ കാണും. മനസ്സിലായോ? ഇപ്പോൾ കൊല്ലം ജില്ലയാണെങ്കിൽ പോലും കൊല്ലം എന്ന പേരുള്ള മറ്റേതെങ്കിലും ജില്ലകളിൽ ഒരു സ്ഥലം കാണും. മനസ്സിലായോ? അപ്പോൾ അതേപോലെയൊക്കെയുള്ള എക്സാമ്പിൾ പറഞ്ഞു ചെയ്തു. അപ്പം അതേപോലെയുള്ള നമ്മുടെ ഈ ടൈപ്പ് ചെയ്യുന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ഒരേ പേര് തന്നെ ആണെങ്കിലും അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസും കൂടെ ചേർത്തിട്ടായിരിക്കും ഗൂഗിൾ മാപ്പിൽ നമ്മൾ അടിക്കുമ്പോൾ വരുന്നത്. അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മാപ്പ് ഇങ്ങോട്ട് കാണിക്കുന്ന ഇടത്തോട്ട് വലത്തോട്ട് മറ്റേത് മറിച്ചത് എന്നും പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടോട്ടലല്ല നിങ്ങൾ എവിടെയൊക്കെ പോയി കിടക്കുന്നു യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. ഞാൻ ഇത്രയും ഇത് പോസിറ്റീവായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നിലവിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ ചാനലിൽ കയറി നോക്കിയറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലോട്ടുള്ള ഒന്നും വഴി ഞാൻ ചോദിച്ചു പോയതോ അല്ലെങ്കിൽ എനിക്ക് കാണാപ്പാടം അറിയാവുന്ന ഒന്നുമല്ല. നമ്മൾ മാപ്പ് നോക്കി തന്നെ പോയതാണ്. ഈ ഗൂഗിൾ മാപ്പ് നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തത്, ഒരു സ്പീഡിൽ പോകാം, നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ പോകാൻ പറ്റും. പക്ഷേ ആ ഒരു മാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ ഒരു ആരോ മാർക്ക് കാണിക്കും. ഇത്ര മീറ്റർ കഴിഞ്ഞ് റൈറ്റ്, ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കും. അല്ല, മാപ്പിൻ്റെ ആ ഒരു ബ്ലൂ ലൈനിൽ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു ഇത് മാത്രം നോക്കിക്കൊണ്ട് എന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ഫോണിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, അതിൻ്റെ ടോപ്പ് കോർണറിൽ ഒരു ആരോ കാണിക്കും. അത് നോക്കണം. എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഏത് റോഡിൽ കൂടി ഇത്ര കിലോമീറ്റർ പോകണം എന്നൊക്കെ അവിടെ കാണിക്കും. അത് നമ്മൾ നോക്കാം. അതൊരു 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ 10-20 കിലോമീറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സ്പീഡിൽ പൊക്കോ. അല്ലാതെ ജസ്റ്റ് മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത്ര മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ പയ്യെ പോയി അത് എത്തുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ടേൺ ചെയ്യാം. അത് ജസ്റ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് മറ്റൊരു വഴിയായിരിക്കും കാണിക്കുക. പക്ഷെ അത് നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. നമ്മൾ ചിലപ്പോൾ കുറച്ച് ദൂരം ചെല്ലുമ്പോഴായിരിക്കും മാപ്പ് പോകുന്നത്, എന്നാലും നേരെ തന്നെ ആയിരിക്കും കാണിക്കുക. പക്ഷേ നമുക്ക് പോകേണ്ട വഴി കഴിഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത്. പക്ഷേ അന്നേരം ആ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് റൂട്ടായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു വഴി നമ്മൾ മിസ് ചെയ്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ കാർ റൂട്ടായിരിക്കും നമുക്ക് തരിക. മനസ്സിലായില്ലേ? നമ്മൾ ഒരുപക്ഷെ കാറിലാണ് പോകുന്നെങ്കിൽ ബൈക്ക് റൂട്ടായിരിക്കും നമുക്ക് തരിക. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ അത് ഫോക്കസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ ജസ്റ്റ് അടിച്ച് മാപ്പ് അവിടെ ഫോൺ എടുത്ത് അവിടെ ഇങ്ങനെ വെച്ച് അത് നോക്കി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇതേപോലെ തോട്ടിലൊക്കെ പോയി കിടക്കാനേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഗൂഗിൾ മാപ്പ്, അതായത് നമുക്കിപ്പം ഈ പേമാരിയൊക്കെ വരുന്ന സമയത്ത് മഴ റോഡൊക്കെ ആണെങ്കിൽ ക്ലോസ് ആയി പോകും. അപ്പോൾ അത് ഒരു പെട്ടെന്ന് ചിലപ്പോൾ പല സ്ഥലങ്ങളിലും മാപ്പ് അത് അപ്ഡേറ്റ് കൊണ്ടുവന്നെന്ന് വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ മണ്ണിടിച്ചിലോ മരം വീഴുക അങ്ങനെയുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം
മാപ്പ് ഓൾറെഡി അത് കൊണ്ടുവരും. എന്നാലും കുറേ ഉള്ളേരിയലുകൾ ചില സമയത്ത് മാപ്പ് കറക്റ്റ് ടൈമിൽ അത് ശരിയാക്കിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്കത് ഗൂഗിൾ മാപ്പിന് തന്നെ നമുക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂട്ട് ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് ആഡ് റോഡ് അല്ലെങ്കിൽ പിക്ചർ റോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മാപ്പിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മാപ്പ് അത് പരിഹരിക്കുക. അപ്പോൾ നമ്മുടെ പിന്നാലെ വരുന്ന മറ്റുള്ള റൈഡേഴ്സോ അല്ലെങ്കിൽ യാത്രക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ മാപ്പ് നോക്കുമ്പോൾ മാപ്പ് അത് ചൂണ്ടിക്കാണിക്കും. അതിനകത്ത് ഇങ്ങനത്തെ സംഭവമുണ്ട്, അതുകൊണ്ട് ഇന്ന റൂട്ടിൽ പോകുക എന്ന് പറഞ്ഞ് മാപ്പ് കാണിക്കും. അപ്പം ഇതിനെപ്പറ്റി മാപ്പിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയില്ലാതെ ഒരുപാട് ആൾക്കാർ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അനുഭവങ്ങൾ അങ്ങ് പങ്കുവെക്കാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കാണ്. ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോയി, ഞാൻ തോട്ടിക്കടക്കാൻ ഭാഗ്യമായി, വണ്ടി കൊണ്ട് മലയുടെ മേളിൽ വെച്ച് മുമ്പ് കൊക്കയാണ്, കൊക്കയുടെ അടുത്തെത്തി വീണ്ടും കാറ് മുമ്പോട്ടാണ് പോകാനാണ് മാപ്പ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു മാപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. എന്നെപ്പോലെ വഴി തെറ്റാത്ത, മാപ്പ് ഇതേവരെ ചതിച്ചിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. ലക്ഷക്കണക്കിന്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എങ്ങനെ മാപ്പ് ചതിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടു, ബാക്കിയുള്ളവർക്കും കൂടെ കാണാമല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ മാപ്പ് എന്നെ ചതിച്ചിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് നോക്കി തന്നെയാണ് മാപ്പ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ മാപ്പ് എന്നെ എന്തെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് ഇവിടെ നിങ്ങൾ സംസാരിക്കത്തില്ല. കാരണം അമ്മാതിരി വഴി കൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം മുന്നിൽ എന്താണ്, ഏത് മൃഗമാണ്, എന്ത് അവസ്ഥയിലാണ് റോഡ്, കൊക്കയാണോ വെള്ളപ്പൊക്കമാണോ കായലാണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരികയാണ്. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എറണാകുളത്തെത്തണം. ഞാൻ മാപ്പിനകത്ത് അവിടെ ഇന്ന് തന്നെ ഷോർട്ട് കട്ടുകൾ അടുത്ത ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എറണാകുളം ഭാഗത്തോട്ടുള്ള ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിച്ച് ഇങ്ങനെ പോയി. അപ്പം കുറേ ഇടവഴികളും മറ്റേതും മറിച്ചതും എല്ലാം കൂടെ കയറി ഇറങ്ങിയപ്പോൾ ഒരു പുഴയുടെ തീരത്ത് എത്തിയിട്ട് മാപ്പ് പറയാണ് ഇനിയും മുന്നോട്ട് പോകാമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്തായാലും വഴി കാണാതെ ഇപ്പോൾ മാപ്പ് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പം ഞാൻ അതൊക്കെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. 2-3 പേര് ആ വഴി വന്ന് പുഴയിലോട്ട് പോയ ആൾക്കാരുടെ ചോദിച്ചു, അക്കരയ്ക്ക് പോകാൻ എങ്ങനെയാണ് വഴിക്ക് ബൈക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ എന്താ വഴി? മാപ്പിനകത്ത് അത് ഈ പാലമുണ്ട് എന്ന് വെച്ചാൽ പാലം എന്ത് ചെയ്യും സംഭവം, വെള്ളം കൂടിയിട്ട് ആ പാലത്തിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന് താഴെയുള്ള വെള്ളം, മുട്ടിന് താഴെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം പോലും ഇല്ല, നമ്മുടെ കാലിൻ്റെ ചിരട്ടയ്ക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് വെള്ളം കാണും. അപ്പോൾ അത്രയും പാലം കാണാൻ പറ്റത്തില്ല. അപ്പം ആ റോഡിൽ കൂടെ കോൺക്രീറ്റ് പാലമാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൂടെ പോകാനാണ് മാപ്പ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു, ബൈക്ക് താഴോട്ട് ഇറക്കി അതിലേക്കൂടെ വെള്ളത്തിൽ കൂടെ. നല്ല രസമായിരുന്നു, നല്ല രീതിയിൽ തന്നെ അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ അത്. ആ പാലത്തിനകത്തോടെ ക്രോസ് ചെയ്ത്, എന്ന് വെച്ചാൽ എല്ലാവരും ഇതേപോലെ പാലം കാണുന്ന ഒരു വണ്ടി കൊണ്ട് ഇറക്കിയേക്കല്ലേ ഞാനിങ്ങനെ പറഞ്ഞെന്നും വെച്ച്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് പോലും ഷാർപ്പായിട്ടാണ് മാപ്പ് എന്നെ കാണിച്ചു തന്നേക്കുന്നത്, എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു വിശ്വസ്തത അതുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല, ന്യൂസ് ചാനലിലും ഈ പോസ്റ്റിലും ഒക്കെ വരും, മാപ്പിനെ ട്രോളിക്കൊണ്ടുള്ള പോസ്റ്റിലും ഒക്കെ വരുന്ന ഈ കമൻസ് കണ്ട് ചിരിച്ചിരിച്ച് ചത്ത് ഒന്നും പറയണ്ട. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള 4-3-7 ആൾക്കാർ മാത്രമാണോ ഇത്രയും വലിയൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. അതായത് അത്രയ്ക്ക് ലെജൻസ് ആയിട്ടുള്ള വലിയ വലിയ ട്രാവലേഴ്സ് പോലും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിലുള്ള 4-3-7 പേര് ഇവിടുന്ന് അപ്പുറത്തോട്ട് മാപ്പ് നോക്കി പോയി വല്ല തോട്ടിലും വീണു എന്ന് പറഞ്ഞിട്ട് മാപ്പിനെ ഇങ്ങനെ കുറ്റം പറയേണ്ട വല്ല കാര്യം. എത്ര വർഷമായിട്ടുള്ള ആപ്ലിക്കേഷനാണെന്ന് അറിയാം. കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഈ ഒരു ട്രോളൊക്കെ കണ്ട് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ എന്നൊരു ചിന്ത അങ്ങനെ ഇട്ടേത്. അപ്പോൾ നമ്മുടെ ധനുഷ്കോടി പോയ വീഡിയോ ഒക്കെ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയും കിട്ടും ഒരു വീഡിയോ. ആരും കാണുന്നൊന്നുമില്ല, എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ.